കുർത്തി ലുക്കിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഞാൻ വലിയ ഹെവി ആയിട്ട് ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല. സ്കൂളിലേക്കുള്ള മേക്കപ്പാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം സ്കൂളിൽ ഈ ഒരു ദിവസത്തിൽ മാത്രം ലിപ്സ്റ്റിക് പറ്റുന്ന സ്കൂൾസ്, ഇങ്ങനത്തെ കളർ ഡ്രസ്സ് ഇടുന്ന ദിവസം നമുക്ക് ലിപ്സ്റ്റിക് ഇടാം, യൂണിഫോമിൻ്റെ ഒപ്പം ലിപ്സ്റ്റിക് പറ്റില്ല. അപ്പം നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇട്ടത്. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാം. അങ്ങനെ നമ്മൾ ജ്വല്ലറീസാണ് കേട്ടോ മാറ്റുന്നത്. ഞാൻ ഈ കമ്മലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു വലിയ റിങ് അതൊക്കെ മാറ്റി നമുക്ക് മുടി ഊരണം. മുടി എന്നിട്ട് കെട്ടി വെക്കാം. അപ്പം മുടി കെട്ടാം ഗൈസ്. അപ്പോൾ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ റിമൂവ് ചെയ്യണം. കോക്കനട്ട് ഓയിൽ കേട്ടോ, വെളിച്ചെണ്ണ. നമ്മൾ ചീക്സ് എന്നാണ് ഞാൻ തുടങ്ങുന്നത്. ഞങ്ങൾക്ക് തൊട്ടെടുക്കാം കേട്ടോ. സോറി, പൊട്ട് മാറ്റിയില്ല കേട്ടോ. ഐലൈനർ പോക്കാട് പണിയാണ് കേട്ടോ. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. മസ്കാരൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പോകാൻ കുറച്ച് പണിയാണ്. എനിക്കന്നെ കണ്ടിട്ട് ശരിയായിരുന്നു. ഗൈസ്, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യണം കേട്ടോ. കാരണം ഓയിലിൻ്റെ അംശം ഉണ്ടെങ്കിൽ ചിലർക്ക് കുരു വരും. അപ്പോൾ എനിക്ക് ഇതുവരെ ഓയിലിൻ്റെ റിയാക്ഷൻ കൊണ്ട്, അതായത് ഓയിൽ തേച്ചിട്ട് കുരു വരാത്തതുകൊണ്ടാണ് ഞാൻ അത്ര ധൈര്യത്തിൽ ചെയ്യണം കേട്ടോ. എനിക്ക് പലരും കാര്യം എനിക്ക് അറിയത്തില്ല. ചിലർക്കൊക്കെ ഓയിൽ അലർജിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതായത് നിങ്ങളെ ബേസ് അനുസരിച്ച് നോക്കുക കേട്ടോ. കോക്കനട്ട് ഓയിൽ തേക്കുമ്പോൾ ഒരു തണുപ്പാണ് കേട്ടോ. പിന്നെ റോ ഫേസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള നമുക്ക് ഓയിൽ വെച്ചിട്ടൊരു മസാജ് വെറുതെ നമ്മുടെ ഫേസ് കൊണ്ട് ഇരിക്കും. നമുക്കൊരു പാക്കൊക്കെ ഇട്ട് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇപ്പോൾ ഓയിൽ തേക്കണതിന് മുന്നേ ഞാനൊന്ന് കുപ്പായം മാറട്ടെ കേട്ടോ. ഇല്ലെങ്കിൽ കുപ്പായത്തിലൊക്കെ പാക്ക് ഇടുമ്പോൾ ആവില്ലേ, ഒരു കുപ്പായം മാറും മീൻസ്. അപ്പോൾ നമുക്കിനി ഓയിൽ തേക്കണതിന് മുന്നേ ഒരു പാക്ക് ഇടാം കേട്ടോ. അപ്പം ഇതാണ് പാക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കാപ്പിപ്പൊടി, ഹണി, പാല് കേട്ടോ. ഇത് മൂന്ന് കാണിച്ചു. ഇത് അത്യാവശ്യത്തിന് ഒരു ലൂസ് കൺസിസ്റ്റൻസി, ഇത്ര ഇങ്ങനെ വീഴുന്ന രീതിക്ക് കേട്ടോ. ഇത് നമ്മൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ടാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ നാട്ടിനകത്തൊക്കെ കയറാറുണ്ട്. കാരണം ഇടത്തെ കൈയാണല്ലോ, ഇടത്തെ കൈ വയ്യല്ലോ. അപ്പോൾ ഇത് നല്ല എഫക്റ്റീവ് പാക്കാണ് കേട്ടോ, അത് പറയാതൊക്കെ വയ്യ.
ഒരു മിനിറ്റ്. ഒരു കൂളിംഗ് കിട്ടും. നല്ല കോമഡി ആയിട്ടുണ്ടല്ലേ. എനിക്ക് പൂച്ചേനെ പോലെയൊക്കെ തോന്നുന്നു. ഇപ്പം ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല, ഇപ്പം ഫേസ് മാത്രമേ ഉള്ളൂ. കഴുത്തിൽ പിന്നീട് അയ്യോ നിങ്ങൾ വീടിൻ്റെ തൊടിയാണ്, സോറി മുറ്റാണ് കണ്ടത്. എന്തോ കോളുണ്ട് അവിടെ, അതൊന്നും നിങ്ങൾ കാണണ്ട. ഇപ്പോൾ ഒരു 10 മിനിറ്റ് വെക്കാം. 10 മിനിറ്റ് ഒന്നും വേണ്ട, 3 മിനിറ്റ്സ് നമുക്കൊക്കെ ഉണ്ട്. ഗൈസ് അപ്പോൾ പാക്ക് കളഞ്ഞ് കുളിച്ച് വന്നതല്ല കേട്ടോ. പാക്കിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ബ്രൈറ്റ്നെസ് വന്നില്ല ഗൈസ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നല്ല എഫക്റ്റ്. ഫസ്റ്റ് യൂസിൽ തന്നെ എഫക്റ്റീവാണ്. വീക്ക്ലി വൺസ് യൂസ് ചെയ്യാം കേട്ടോ, നമുക്ക് ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേ. വൺസ് ഓർ ട്വൈസ് ഗൈസ്. ഇപ്പം എൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക്കൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇപ്പം നിങ്ങൾ കണ്ടാണ് എൻ്റെ റോ ഫേസ് കേട്ടോ. നമുക്ക് നേരത്തെ കണ്ടത് റോ ഫേസ് ഞാൻ ഇപ്പോഴാണ് ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. മോയ്സ്ചറൈസർ ഇനി ഏതാണെന്ന് പറയേണ്ടല്ലോ, എല്ലാ വീഡിയോയിലും പറഞ്ഞാൽ മതി. നമ്മൾ ലേശം മോയ്സ്ചറൈസർ ഫുൾ അലമ്പാണ്. ഈ മുഖം ഒന്നും കൂടി സോഫ്റ്റാണായിട്ട് കിട്ടുമല്ലോ. ഉണ്ടോ? എൻ്റെ ഫേസ് ഓൾറെഡി നല്ല പ്ലംപി ആയിട്ടുള്ള ഫേസാണ് കേട്ടോ. അപ്പോൾ അത് സോഫ്റ്റായിട്ട് കിട്ടുമ്പോൾ നല്ല ഇഷ്ടമാണ് എനിക്ക്. ഫേസിൻ്റെ ലിപ് ബാം ആരും അടിച്ചുകൊണ്ട് വിടാറുണ്ട്, അടിച്ചുകൊണ്ട് പിന്നെ സമ്മതിക്കില്ല. ഗൈസ് അപ്പം ലിപ് ബാം ഇട്ടിട്ടും ഇടാതെ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു. അപ്പം ലിപ് ബാമിനൊരു കുഞ്ഞി ടിൻ്റ് ഉണ്ട്, നല്ല മോയ്സ്ചറൈസിങ് ലിപ് ബാമാണ് കേട്ടോ. അപ്പം ഇനി മുടി ഒന്ന് അയച്ച് പണിയാം ഗൈസ്. ഇവിടെയൊക്കെ നനഞ്ഞ് ഗൈസ് ഫേസ് വാഷിൽ. ഇന്ന് കുളിക്കണോ കുളിക്കണ്ടേന്ന് ഇങ്ങനെ ആലോചിക്കണം. കാരണം കയ്യും വെച്ച് കുളിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. അപ്പം കുളിക്കണോ പക്ഷേ ഞാൻ എന്നും മേല് കഴുകും കേട്ടോ. അതില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. മേല് കഴുകണം അല്ലേ ഗൈസ്. എൻ്റെ മുടി ഞാൻ കട്ട് ചെയ്യും കേട്ടോ, പക്ഷെ ലെങ്ത്ത് ഓർക്കില്ല. ഈ മുന്നത്തെ സാധനങ്ങളില്ലേ അത് വെട്ടിയിടും. കാരണം ഞാൻ പറഞ്ഞ പോലെ അടുത്ത മാസം ഒരു പരിപാടി, അതെൻ്റെ ഏട്ടൻ്റെ എൻഗേജ്മെൻറ്റ് October 27. അപ്പം അതിൻ്റെ വീഡിയോ ഞാനിടും. അതിൻ്റെ കുറേ വീഡിയോ ഉണ്ട്, ഗെറ്റ് റെഡി വിത്ത് മീ, അൺഗെറ്റ് റെഡി വിത്ത് മീ, പിന്നെ കല്യാണം അതിൻ്റെ വ്ളോഗ് ഒക്കെ സെറ്റ്. എൻ്റെ ഫസ്റ്റ് വ്ളോഗ് അതായിരിക്കും ഗൈസ്. അതായത് എൻ്റെ ഫാമിലി ആയിട്ടുള്ള ഫസ്റ്റ് വ്ളോഗ് ഏട്ടൻ്റെ കല്യാണം.
സോറി ഏട്ടൻ്റെ എൻഗേജ്മെൻറ്റ്. പിന്നെ അതിൻ്റെ അടുത്ത മാസം നവംബർ 10 ചേച്ചീൻ്റെ കല്യാണം. അപ്പോൾ അതിൻ്റെയും വ്ളോഗ് അതായിരിക്കും സെക്കൻഡ് വ്ളോഗ്. ഒക്കെ സെറ്റാണ് ഗീസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ ഈ ചേച്ചിനും കൂടി കല്യാണം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ ആരുമില്ല ഗീസ്. പിന്നെ ഏട്ടനാണുള്ള ഏട്ടനെ പിന്നെ നെവർ മൈൻഡാണ്. അങ്ങനെയല്ല, നെവർ മൈൻഡ് എന്നല്ല, ഏട്ടൻ്റെ കല്യാണം നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന കല്യാണമല്ല. കാരണം അടുത്ത വർഷമല്ലോ. അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള പ്രതീക്ഷ അതാണ്. ഓക്കെ, അപ്പോൾ ബൈ ബൈ.